ഹായ് ഫ്രണ്ട്സ്, ഫുഡ് സേഫ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് റെസിപ്പി ആയിട്ടാണ്. ബീഫ് പെരളൻ ആണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനൊരു ചീനിച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചീനിച്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ബീഫിന് നെയ്യ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബീഫിന് അല്പം നെയ്യൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് വഴറ്റിയെടുക്കേണ്ട ഐറ്റംസ് ആണ് ഇതെല്ലാം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, 2 മീഡിയം സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്ക് ആദ്യമേ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പില ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവോള ഇത്രയും വഴന്നാൽ മതി. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞുറുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കണം. ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ബീഫ് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ആ ബീഫ് ഒന്ന് സവോളയിൽ കിടന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചൂടാക്കാം. ഒരു പാൻ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടി കരിഞ്ഞു പോകരുത്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. പച്ചമണം മാറി വരട്ടെ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുരുമുളകും ചേർക്കുന്നുണ്ട്. അതും കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ ഒരുപാട് ചേർത്താൽ കുരുമുളക് നിങ്ങൾക്ക് ആവശ്യം ചേർക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനെ ആശ്രയിച്ചാണ്. അതുപോലെ നമ്മളിനി ഇടയ്ക്ക് 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല എരിവുണ്ടാകും. ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാം. നമുക്ക് അടുപ്പ് തുറക്കാം. ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ, മഞ്ഞളും മല്ലിയും മുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയേറ്റ് ബീഫുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാല ഈ ബീഫുമായിട്ടൊന്ന് പിടിക്കട്ടെ. നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഞാൻ ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അടച്ചു കൊടുക്കാം. ഞാൻ 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ അളവനുസരിച്ച് മസാലകൾ മാറ്റം വരുത്തണം. 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഈ കറിയുടെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കുരുമുളക് ചേർത്ത് കൊടുക്കാൻ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. കുക്കറിലാണെങ്കിൽ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കുക. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവനുസരിച്ച് 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ബീഫ് ഈ ചീനിച്ചട്ടി തന്നെയാണ് വേവിക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവുണ്ടോ എന്ന് തോന്നിയാൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കറക്റ്റ് ആയതിനു ശേഷം അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കറിലാണെങ്കിൽ 5 വിസിലടുപ്പിച്ചതിന് ശേഷം എടുത്താൽ മതി. ബീഫിൻ്റെ വേവ് അനുസരിച്ച് മാത്രമേ വേവിച്ചെടുക്കാവുള്ളൂ. അല്ല ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മുടെ ബീഫ് പെരളൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയിൽ വേണം ഈ കറിയുടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാൻ. നല്ല അപ്പം, പൊറോട്ട, അതല്ലെങ്കിൽ നല്ല പത്തിരി, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ. ബൈ.